ക്രൂരമാണ് ഇസ്ലാം. സത്യത്തിൽ ഈ കൊല ചെയ്യപ്പെടുന്നവൻ എന്താണ് ഈ കൊല ചെയ്യപ്പെടാനുള്ള കാരണമെന്ന് അന്വേഷിക്കാനുള്ള ടൈം പോലും ഇല്ലാത്ത ഈ റീൽസിന്റെ അതിനഡിക്റ്റായ ഒരു സമൂഹത്തിൽ തിരിച്ചറിവിനോ ഇതിന്റെ റീസൺ അറിയാനുള്ള ഒരു ചാൻസ് പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയ അവസരമാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ബാപ്പ എന്ന് വിളിക്കണമെങ്കിൽ ആ കുട്ടി കുറെ കാലം കാത്തു നിൽക്കണം. കാരണം ടെസ്റ്റ് വിജയിച്ചിട്ട് വേണ്ട ബാപ്പ എന്നാ വിളിക്കാൻ. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സ്വന്തം ഉപ്പയെ ചെറിയ കുട്ടിക്ക് ഉപ്പാന്നൊന്ന് മനസ്സറിഞ്ഞ് വിളിക്കണമെങ്കിൽ ടെസ്റ്റ് വിജയിക്കണ്ടേ? കാരണം അവരെ സംബന്ധിച്ചുള്ള എന്തില്ല, പരസ്പര സന്തോഷത്തോടു കൂടി ആരുമായിട്ട് ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു നിയമമാണ് അവരുടെ നിയമം. അവരുടെ മതം അതാണ്. ഈ കുട്ടിയിൽ, അതായത് ഈ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഈ ആരാണോ ഇതിന്റെ കാരണക്കാരൻ അവൻ ഏറ്റെടുക്കും എന്ന വിധി ഇസ്ലാമിക കോടതിയിലില്ല. ഈ നിയമം പറയുന്ന ഉടനെ ചോദിക്കേണ്ട എന്താണെന്നറിയോ? അതെന്താണ് അങ്ങനെ എന്നാണ്. ഇസ്ലാം തീർത്തും പാടില്ലെന്ന് പറഞ്ഞ് ശക്തമായി നിരോധിക്കുന്ന ഒരു കാര്യമാണ് ഈ അവിഹിതം. അവിഹിതം ഓപ്പണായാൽ ഈ വ്യവസ്ഥ മുഴുവനും ഇല്ലാതെയാകും എന്നുള്ളതിന് അവിഹിതം ഓപ്പണായ രാജ്യങ്ങൾ തെളിവാണ്. തീർച്ചയായും അത് ഇന്ന് നിലവിലെ സംസ്കാരം നോക്കിയാൽ തെളിവാണത്. അവിടുത്തെ വ്യവസ്ഥകളൊക്കെ പോയി. ഈ ആള് വാപ്പയല്ല, ഈ കുട്ടി മകളല്ല, എവിടെ നിയമത്തിലല്ല. അപ്പൊ കോടതിയുടെ മുമ്പാകെ ചർച്ച വരുന്ന നേരത്ത് ഇദ്ദേഹത്തിന് ഇതാരല്ല, ഒരു കുട്ടി മാത്രമാണ്. നിയമപരമായിട്ട് ഇദ്ദേഹം വാപ്പയല്ലാതിരിക്കെ ഒരു അന്യ കുട്ടി തന്നെയാണത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരാളെ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഒരടിസ്ഥാനവുമില്ലാത്ത വിഷയങ്ങളാണ് പല ആളുകളും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഉദ്ദേശവും അതുപോലെ തന്നെ ലക്ഷ്യവുമൊക്കെ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ തുറന്ന് സംസാരിക്കാൻ കഴിയാവുന്ന ചില ആളുകളെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അന്വേഷണമാണ് ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ട ജഅഫർ ഉസ്താദ്, ഇവിടെ പൊന്നാനിയിൽ അദ്ദേഹം ഒരു ദർസ് നടത്തുകയാണ്, മുദരിസാണ്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. ഞാൻ അതുകൊണ്ട് കൂടുതൽ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ഉസ്താദിന്റെ ബിരുദം ഏതാണെന്ന് ചോദിച്ചു. കാരണം ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ മിനിമം അതെങ്കിലും പറയണമല്ലോ. എന്തായാലും ഉസ്താദ് പറഞ്ഞിട്ടില്ല, സക്കാഫിയാണ്. എന്തായാലും ഉസ്താദ് ഇപ്പോഴാണ് അത് പറഞ്ഞത്. എന്തായാലും ഉസ്താദ് ഇന്ന് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുറന്ന് സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഞാനിവിടെ വന്ന് ഉസ്താദുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. എന്തായാലും നമുക്ക് വിഷയങ്ങളിലേക്ക് പോകാം. ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട്, പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട്, പ്രവാചകനുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ മോശപ്പെട്ട ചില ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഉസ്താദേ, ഇവിടെ മകളെ വിവാഹം കഴിക്കാം, അങ്ങനെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു വിവാദം ഉണ്ടാക്കി. പിന്നീട് അത് ഖുർആനിലില്ല എന്ന് പറഞ്ഞ ആള് ഓടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും ചില ആളുകൾ ഇവിടെ ആരിഫിനൊരു കൊട്ട് കിട്ടി, എങ്കിലും ഇസ്ലാമിനെ തട്ടാൻ, ഈ മതത്തെ കുറ്റം പറയാനൊരു അവസരം കിട്ടിയല്ലോ എന്ന രീതിയിൽ ആ വിഷയം ഉപയോഗിക്കുന്നുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തില് എന്താണ് ഉസ്താദ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇപ്പം അവിഹിത ബന്ധത്തിൽ ഉണ്ടാകുന്ന പെൺകുട്ടിയാണെങ്കിൽ അത് കെട്ടാം എന്ന് പറയുന്നു, അത് ശരിയല്ല എന്ന് പറയുന്നു. ഇതിനകത്ത് തന്നെ ചില മുസ്ലിം നാമധാരികൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഈ ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് പക്ഷം അവിടെ ഉണ്ടാവുമല്ലോ. ഒന്ന് ചോദ്യകർത്താവിന്റെ ഒരു പക്ഷം ഉണ്ടാവും, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ടീം, ഇതിന് മറുപടി കൊടുക്കുന്ന ആർക്കെതിരെയാണോ ആരോപണം വരുന്നത് അവരും, വാദി പ്രതി എന്ന പോലെ എല്ലാ തലത്തിലും ഉണ്ട് അത്. അപ്പൊ നമ്മൾ ചില പ്രത്യേക പോയിന്റുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചില ചർച്ചകൾ ചെയ്യുമ്പോഴേ അത് എന്തിനു വേണ്ടിയാണ്, ഇതിന്റെ പിന്നിൽ എന്താണ്, ഇത് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഏത് വിഷയത്തിലാണെന്നുള്ളത് ജനങ്ങൾ മറന്നുപോകും. ഒരു പ്രത്യയശാസ്ത്രത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിനെ മാത്രം നോക്കി സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കും വിഷയത്തിന്റെ വസ്തുത തിരിച്ചറിയാൻ പ്രയാസങ്ങളുണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ശിക്ഷാ നടപടികൾ ഒരു രാജ്യത്ത് നടപ്പിലാകുമ്പോൾ ആ നടപ്പിലാകുന്ന ശിക്ഷയെ മാത്രം ഒരു ഫോട്ടോ വീഡിയോ എടുത്ത് അത് പബ്ലിക്കിലിട്ട് ഇത് എന്തൊരു ക്രൂരതയാണെന്ന് പറഞ്ഞാൽ, ഉദാഹരണം
ആരെയോ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ഒരു പ്രതിയെ ഇസ്ലാമിക ഭരണകൂടം എന്ന നിലക്കാണ് സംസാരിക്കുന്നതെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പ്രതി ആരാണ് എന്ന് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ പ്രതിയുടെ ചില പോയിന്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇസ്ലാമിക ഭരണകൂടം എന്ന് പറയുമ്പോൾ അന്യായമായി കൊല ചെയ്തവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക വിധി തീരുമാനം. അപ്പം അത് നടപ്പിൽ വരുത്തുന്നതിനെ ഒരാൾക്ക് വീഡിയോ അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെ ഷൂട്ട് ചെയ്തിട്ട്, അപ്പം ഇസ്ലാമിക മാത്രമാക്കേണ്ട ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ക്രിമിനലുകളായ ആളുകൾക്കെതിരെ നടപ്പിൽ വരുത്തുന്ന എത്രയോ നിയമങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ വളരെ ക്രൂരമായതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പലതുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ സിസ്റ്റം ആയിരിക്കും നിയമങ്ങൾ. ആ ഒരു നിയമം നടപ്പിൽ വരുത്തുന്നതിനെ ഷൂട്ട് ചെയ്യുക. അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു ആളെ കൊല്ലുന്ന, ഒരു മനുഷ്യനെ കൊല്ലുന്നതാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നത്. ഇത് നമ്മൾ മീഡിയയിൽ ഇട്ടിട്ട് പറയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളെപ്പോലെ രക്തമുള്ള മാംസമുള്ള നമ്മുടെ ഉമ്മയില്ലേ, ഈ മനുഷ്യന് മക്കളില്ലേ, ഭാര്യ വിധവയല്ലേ, കുട്ടികൾ അനാഥയല്ലേ, അങ്ങനെ ഒരു സാഹിത്യ ഭാഷ പറഞ്ഞുകൊണ്ട് ഇതിനെ അടിയിൽ പോസ്റ്റ് ചെയ്താൽ അടിയിൽ മുഴുവൻ ആളുകളും പറയും എന്തൊരു ക്രൂരമാണ് ഇസ്ലാം. സത്യത്തിൽ ഈ കൊല ചെയ്യപ്പെടുന്നവൻ എന്താണ് ഈ കൊല ചെയ്യപ്പെടാനുള്ള കാരണമെന്ന് അന്വേഷിക്കാനുള്ള ടൈം പോലും ഇല്ലാത്ത ഈ റീൽസിന്റെ അതിനഡിക്റ്റായ ഒരു സമൂഹത്തിൽ തിരിച്ചറിവിനോ ഇതിൻ്റെ റീസൺ അറിയാനുള്ള ഒരു ചാൻസ് പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയ അവസരമാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. സത്യത്തിൽ ഈ കൊല ചെയ്യപ്പെടുന്ന ഈ വീഡിയോയിലുള്ള ആൾ മറ്റൊരു കൊല നടത്തിയിട്ടുണ്ട്. അത് എത്ര ക്രൂരമായ കൊലപാതകമാണ് എന്നത് അറിയുമ്പോഴാണ് അടിയിലെ കമൻ്റൊക്കെ തിരിയുക. ഇവനെ എന്നോ കൊല ചെയ്യേണ്ടതാണ്, എന്തിന് ഇത്ര കാലം കാത്തുവെച്ചു, ഇവനെ പോലത്തെ ആളുകളെ നിങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് അടിയിൽ കമൻ്റ് ഇടേണ്ട ആളുകളെ ഈ ഒരു പാർട്ട് മാത്രം കാണിച്ചു കൊടുത്താൽ ഒരു പക്ഷേ കമൻറ്റ് ഇവർക്ക് സപ്പോർട്ടായിട്ട് കിട്ടും. ഞാനിതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അതായത് മതത്തിൻ്റെ നിയമങ്ങളിൽ ഒരു പ്രത്യേക പർട്ടിക്കുലർ പോയിന്റ് മാത്രം കട്ട് ചെയ്തിട്ട് അതിനെ പോസ്റ്റ് ചെയ്യുകയും അത് നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി ജനങ്ങളെ വികാരം വ്രണപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ പറയപ്പെട്ട നിങ്ങൾ പറഞ്ഞ ആൾ പോലും. എനിക്കങ്ങനെ ഇപ്പോൾ ഈ പറയുന്നൊന്നും വിശദമായിട്ട് കാണാനോ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാനൊന്നും അവസരങ്ങളോ ഞാൻ സമയമില്ലാത്ത ഒരാളാണ്. പിന്നെ അതൊരു പ്രാധാന്യത നമ്മൾ കൽപ്പിക്കണമെങ്കിൽ ഡയറക്റ്റ് നമ്മളായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇപ്പം നിങ്ങളിത് ബന്ധപ്പെടുമ്പോഴാണ് ഞാൻ ഈ വിഷയം ഒന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇവരൊക്കെ മൊത്തത്തിലൊരു ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് പറയുന്നത് അവരെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണെന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞ വിവാഹം, ബന്ധം, ഉമ്മ, മകൾ, കാരണം ചോദ്യകർത്താവ് ചോദിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം മകളെ, സ്വന്തം പിതാവ്, അതിലൊക്കെയുള്ള ആ അഭിനയത്തിന്റെ ആഴത്തിനനുസരിച്ച് അത് എഫക്റ്റ് ചെയ്യും കേട്ടോ. ആ സ്വന്തം പിതാവ് എന്ന് പറയുന്ന ആ ആഴുണ്ടല്ലോ. അപ്പൊ കേൾവിക്കാരൊക്കെ സ്വന്തം മകൻ അല്ലാഹ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സ്വന്തം എന്ന് പറയുന്ന വാക്കിന് തന്നെ ഒരുപാട് അർത്ഥമുണ്ട്. ആരാണ് ഈ സ്വന്തവും ബന്ധവും നിയമിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. സ്വന്തം മകൾ, സ്വന്തം പിതാവ്, സ്വന്തം ഉമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് തന്നെ എതിരാണ് ഈ ചോദ്യകർത്താവ്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് ഈ കൺസെപ്റ്റ് തന്നെ ഇല്ല എന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിച്ച് വേണം പോകാൻ എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. എന്തിനു വേണ്ടി? ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി. ആർക്ക്? ജനങ്ങൾക്ക്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന ആരോപണം പറയുന്നവൻ ഏതായാലും ഇതിനൊരു വ്യക്തത ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശങ്കയിലാക്കലാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൊണ്ട് അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഈ ആരോപണം ഉന്നയിക്കുന്ന ഈ ഒരാളല്ല, കൂടെയുള്ള ആരെല്ലാം ഉണ്ടോ അവർക്കൊന്നും ഒരു പ്രത്യേക പോളിസി ഇല്ല ഫോളോ ചെയ്യാൻ. ഉണ്ടെങ്കിൽ അവരാദ്യം അത് പറയണം. അവർ തന്നെ പറയുന്നത് ഡിങ്കനെ ഫോളോ ചെയ്യുന്നതാണ് ഒരു അല്ല, ആ ഡിങ്കൻ എന്നൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു. അല്ല, ഞാൻ ചോദിക്കുന്നത് അവര് സ്വന്തം എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മ, സ്വന്തം മകൾ, ഇത് എന്തടിസ്ഥാനത്തിലാണ് സ്വന്തം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് DNA ടെസ്റ്റ് വരുന്നത് വരെ കാത്തു നിൽക്കണോ സ്വന്തമാവണമെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ സമൂഹത്തിൽ ബാപ്പ എന്ന് വിളിക്കണമെങ്കിൽ ആ കുട്ടി കുറേ കാലം കാത്തു നിൽക്കണം. കാരണം ടെസ്റ്റ് വിജയിച്ചിട്ട് വേണ്ട ബാപ്പ എന്നാ വിളിക്കാൻ. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു ഉപ്പനെ, ഒരു സ്വന്തം ഉപ്പയെ ചെറിയ കുട്ടിക്ക് ഉപ്പാന്നൊന്ന് മനസ്സറിഞ്ഞ് വിളിക്കണമെങ്കിൽ ടെസ്റ്റ് വിജയിക്കണ്ടേ? കാരണം അവരെ സംബന്ധിച്ചുള്ള എന്തില്ല, പരസ്പര സന്തോഷത്തോടു കൂടി ആരുമായിട്ട് ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു നിയമമാണ് അവരുടെ നിയമം.
അവരുടെ മതം അതാണ്. അത് പേരെന്തോ ആവട്ടെ, നമ്മൾ ആ ഒരു നിയമത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതിനല്ലേ. ഒരു വിഷയം കൂടെ ഞാൻ ഇടക്ക് കയറി പറയാണ്. നമ്മുടെ സുകുമാർ അഴീക്കോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരുടെ സുഖത്തിനു വേണ്ടി നടത്തിയ ഒരു കാര്യം, അതിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടീനെന്നാ കുട്ടിയോട് വലിയ കടപ്പാടും ബാധ്യതയൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ്, കുട്ടിക്ക് ഇങ്ങോട്ടും വേണ്ടെന്നാ പറഞ്ഞത്. ഇവരൊക്കെ ആ ഒരു വഴിക്ക് പോകുന്ന ആളാണ്. ഞാനിതിൽ അത് സാഹിത്യം, വായന, ഇങ്ങനത്തെ, അതായത് ഈ സമൂഹം മുഴുവനും ഒരു പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സംഭവമായിട്ട് അവർ കാണുന്നത്. ഒരു സൗന്ദര്യമാണ്, എല്ലാം സൗന്ദര്യമാണ്. അപ്പൊ അവരിൽ ഒരു സ്ത്രീ സൗന്ദര്യമാണ്, അത് എല്ലാവർക്കും ആസ്വദിക്കാനുള്ള സൗന്ദര്യമല്ലേ. അതെന്തിനാ പ്രത്യേകം ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു ജ്യേഷ്ഠൻ, ഒരു അനുജൻ, ഒരു ഭർത്താവ് എന്നൊക്കെ പറയുന്നത്? ഈ സൗന്ദര്യത്തെ ഒരു ആലയിലിട്ട് കെട്ടേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇത് ആർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല. സത്യത്തിൽ സ്വതന്ത്ര ചിന്തയുടെ ആകത്തുക അതാണ്. ഈ ഭൂമിയൊക്കെ ഒരു സൗന്ദര്യമാണ്. ഇവിടെ പല പരാഗണങ്ങൾ നടന്ന് വ്യത്യസ്ത പൂക്കൾ ഉണ്ടാകുന്നു. അതുപോലെ പരാഗണങ്ങളിലൂടെ പലതും ഉണ്ടാകുന്ന കൂട്ടത്തിൽ മനുഷ്യനും ഉണ്ടാകുന്നു. അതിൽ ഭംഗിയുള്ള പൂവിനെ ആളുകൾക്ക് ആസ്വദിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെ പൂവായാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതാവാൻ എന്താ വേണ്ടത്? നമ്മുടേതാണെന്ന് അവിടെ സമ്മതിച്ചാൽ മതി. ഞാൻ നിങ്ങളുടേതാണെന്ന് സമ്മതിക്കൽ വഴി അവിടെ പരസ്പരം ഒന്നായി. അതായത് എനിക്ക് ഓക്കെ ആണെന്ന് അവൾ പറഞ്ഞാൽ അവിടെ വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞാൽ സമൂഹം അതിന് സപ്പോർട്ട് വേണ്ട, കോടതി അതിന് സപ്പോർട്ട് വേണ്ട. ഞാൻ ആരെയാണോ പുൽകാൻ ആഗ്രഹിച്ചത് അവൾ ഓക്കെ ആണെങ്കിൽ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥാപിതമായ ഒരു കുടുംബ വ്യവസ്ഥ പൂർണ്ണമായും തകരണമെന്ന് ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാത്ത, അങ്ങനെ ഒരു കുടുംബ വ്യവസ്ഥയൊന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ടീമാണ് ഇതിലെ ചോദ്യകർത്താവ് എന്ന് അറിയുമ്പോൾ ഈ കമന്റിൽ ഉള്ളവർക്കെല്ലാം ഭാര്യയും ഭർത്താവും മക്കളുള്ളവരാണ്. അവരൊക്കെ നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഉപ്പ എന്ന് അച്ഛ, അമ്മ, ഉമ്മ, ഉപ്പ, ചേട്ടൻ, അനുജൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് അവരൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ് ഈ വീഡിയോ, ഈ ഫേസ്ബുക്ക് നോക്കണത്. ഇവർ പറയണത് ഇതാ ചോദ്യകർത്താവ് പറയുന്നത് ശരിയല്ലേ, പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇതാ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടല്ലോ എന്ന് പറയുന്നവർക്ക് അറിയില്ല. ഇതെല്ലാം പറയിപ്പിക്കുന്നത് ഈ സംസാരിക്കുന്ന, ഇത് വായിക്കുന്ന നിങ്ങളുടെ മുഴുവൻ വ്യവസ്ഥയും തകർക്കുന്ന ഒരാളാണ് എന്നത് ഉൾക്കൊള്ളുമ്പോഴാണ് ഇതിന്റെ വിഷം എത്ര വലുതാണ്, ആഴത്തിലേക്ക് ചെല്ലുമെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ചോദ്യകർത്താവിന്റെ മാനസിക നിലയും അവരെ ഫോളോ ചെയ്യുന്ന ടോട്ടൽ ആളുകളുടെ ജീവിതത്തിനൊരു വ്യവസ്ഥയും. ഈ വ്യവസ്ഥ അവർ തയ്യാറാക്കുകയും ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ വ്യവസ്ഥ ഓൾറെഡി തയ്യാറാണല്ലോ. ഖുർആൻ ഉണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്. ഇവിടെ ഖുർആനിൽ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഖുർആനിലുള്ളത് ഞങ്ങൾ പറയാം, എന്നാൽ മറ്റൊരാനിൽ നിങ്ങൾ സംസാരിക്കണം. വേറൊരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. അതിൽ നിങ്ങളുടെ ഒരു ഫോർമുല നിങ്ങൾ എഴുതണം. അല്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് നീതിയല്ല. എങ്കിൽ പിന്നെ എന്താണ് നീതി എന്ന് ചോദിക്കാനും പാടില്ല എന്നത് ഒരു വല്ലാത്ത അനീതിയല്ലേ? അപ്പോ ഇത് നീതിയല്ലെന്ന് പറയുന്നവനെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഏതാണ് നീതി, ഏതാവണം നീതി എന്നൊന്ന് എഴുതണം. എന്നിട്ട് ആ പുസ്തകവും കൂടി വെച്ചിട്ടാണ് ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ ഖുർആനിനെ വിലയിരുത്തിയ പണ്ഡിതന്മാർ അവർ പറയുന്ന ഓരോ നിയമങ്ങൾക്കും ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു വിശാലത നമുക്ക് വേണം. അത് എവിടെ പറഞ്ഞു, ഏത് സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞത്, എവിടെയാണ് ഒരു ഫത്വ വരുന്നത്, ഏത് സന്ദർഭത്തിലാണ് ഒരു ഫത്വ, ഒരു കോടതിയുടെ വിധി പോലെയാണിത്. ഒരു കോടതിയുടെ വിധി പോലെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ആ വിധി? വിധി ഈ ഒരു വിഷയത്തെ കുറിച്ച് അതാണ് ഞാൻ പറയുന്നത്. നിയമം, ഒരു നിയമത്തിൽ ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ നിയമത്തിന്റെ A to Z വിശ്വസിക്കണം. അപ്പൊ ആ നിയമത്തിൽ ഒരാൾക്ക് ഉപ്പ, ഉമ്മ എന്നത് ആ നിയമമാണ് വകവെച്ച് കൊടുക്കുന്നതെന്ന് പറയാനാണ് ആദ്യം ഞാനത് പറഞ്ഞത്. അപ്പൊ ഈ ഇസ്ലാമിക് നിയമപ്രകാരം ഉമ്മയാകുന്നതിനും ഉപ്പയാകുന്നതിനും ഒക്കെ ഒരു അഡ്രസ് ഉണ്ട്. ഈ അഡ്രസ്സിലൂടെ അല്ലാതെ ഒരാൾക്ക് ഉമ്മയും ഉപ്പയും ആകാനൊന്നും പറ്റൂല. അതാണ് ഒരു വ്യവസ്ഥാപിതമായ അഡ്രസ്. ആ അഡ്രസ്സിലൂടെ ആയാൽ മാത്രമാണ് ഈ നിയമത്തിൽ ഇത് ഉമ്മ ഉപ്പ എന്ന് രേഖപ്പെടുള്ളൂ. അതെല്ലാ രാജ്യത്തും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഉമ്മയും ഉപ്പയും ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല.
പ്രൂവ് ചെയ്യണം. ഭർത്താവാണ് ഭാര്യയാണെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഞാൻ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് സർട്ടിഫിക്കറ്റ് കാണിക്കണം, മാരേജ് സർട്ടിഫിക്കറ്റ്. ഓൾ അവള് പറയണത് ഞാൻ ഭാര്യയാണെന്ന്, ഇവൻ പറഞ്ഞത് ഞാൻ ഭർത്താവാണെന്ന്. ഒരു കടലാസ് ഇല്ലാത്തതിന്റെ പേരിൽ ഇത് രണ്ടും തള്ളപ്പെടുകയാണ്. അപ്പൊ നിയമത്തിന്റെ വില അതാണ്. അങ്ങനെ തന്നെ ആവും വേണം, അല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ലാതെ ആവൂലേ. അപ്പോ ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് പറയണമെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വേണം. അല്ലാത്ത പക്ഷം ഇവർ രണ്ടുപേരും കോടതിയുടെ മുമ്പിൽ ആരല്ല, ഭാര്യ ഭർത്താക്കന്മാരല്ല. അവരുമായി ഒരു കാരണവശാലും ദാമ്പത്തിക ബന്ധം നടക്കാനും പാടില്ല. അത് ഇവിടുത്തെ നിയമമാണ്. അതാണ് പറഞ്ഞ ഈ നിയമം മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം. പാടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ പരിഗണിക്കുകയുമില്ല. പാടില്ലാത്തൊരു കാര്യത്തിന് പരിഗണന ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന് പരിഗണന, കോടതിയിൽ അതിന് പരിഗണന ലഭിക്കില്ല. പരിഗണിക്കപ്പെടാത്ത ബന്ധത്തെ പരിഗണിക്കപ്പെടാത്ത ബന്ധമായിട്ട് തന്നെ നിൽക്കുമല്ലോ. അതാണ് ഈ കുട്ടിയിൽ, അതായത് ഈ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഈ ആരാണോ ഇതിന്റെ കാരണക്കാരൻ അവൻ ഏറ്റെടുക്കും എന്ന വിധി ഇസ്ലാമിക കോടതിയിലില്ല. ഈ നിയമം പറയുന്ന ഉടനെ ചോദിക്കേണ്ട എന്താണെന്നറിയോ, അതെന്താണ് അങ്ങനെ എന്നാണ്. ഇവിടുന്ന് ചാടി വേറെ സ്ഥലത്തേക്ക് പോകുകയല്ല വേണ്ടത്. അതെന്താണ് അങ്ങനെ ഒരു വിധി? സ്വന്തം അദ്ദേഹമല്ലേ ഇവളുമായിട്ട് ബന്ധപ്പെട്ടത്? ഇത് അദ്ദേഹത്തിന്റെ കുഞ്ഞല്ലേ? പിന്നെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ ബാധ്യതയല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇസ്ലാം തീർത്തും പാടില്ലെന്ന് പറഞ്ഞ് ശക്തമായി നിരോധിക്കുന്ന ഒരു കാര്യമാണ് ഈ അവിഹിതം. അവിഹിതം ഓപ്പണായാൽ ഈ വ്യവസ്ഥ മുഴുവനും ഇല്ലാതെയാകുന്നുള്ളതിന് അവിഹിതം ഓപ്പണായ രാജ്യങ്ങൾ തെളിവാണ്. തീർച്ചയായും അത് ഇന്ന് നിലവിലെ സംസ്കാരം നോക്കിയാൽ തെളിവാണത്. തീർച്ചയായും അവിടുത്തെ വ്യവസ്ഥകളൊക്കെ പോയി. അച്ഛൻ, മകൻ, ജ്യേഷ്ഠൻ, അഞ്ചനൊന്നുമില്ല. കുട്ടികൾക്ക് അച്ഛൻ അറിയുക പോലും ഇല്ല. കാരണം ആയിരക്കണക്കിന് ആളുകളുമായി സന്തോഷത്തോടെ പങ്കിട്ട് ജീവിക്കുന്ന, ഓടിപ്പറന്ന് ജീവിക്കുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാർക്ക് ആരച്ഛനാവണമെന്നത് അറിയില്ല, അന്വേഷിക്കാൻ സമയമില്ല. അപ്പോ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു അപകടം വരരുതേ എന്നാണ് കോടതി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കോടതി പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഇനി ബന്ധമുണ്ടായാൽ ആരാണ് ഇതിന്റെ കാരണക്കാരൻ? ബന്ധപ്പെടാൻ അനുവാദം കൊടുക്കുന്നത് ഒരു പെണ്ണല്ലേ? ഗർഭിണിയാകുന്നത്, കുഞ്ഞിനെ ചുമക്കുന്നതൊക്കെ ആരാ? പെണ്ണാണ്. ആ പെണ്ണിനോട് പറയുന്നു, പെണ്ണെ, നീ ഒരു ആളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നീ സേഫായിരിക്കണം. അതിൽ പിറക്കുന്ന കുഞ്ഞ് സേഫായിരിക്കണം. അതിന് ശക്തമായി അതിനെ നോക്കാനും ഉത്തരവാദിത്വത്തോടുകൂടി അതിനെ സംരക്ഷിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആൾ വേണം. അതാരാണെന്ന് ഞങ്ങളുമായി നീ, ഞങ്ങളെന്നല്ല ഏതെങ്കിലും രണ്ടാളുകളെ സാക്ഷി നിർത്തി നീ രേഖ ഉണ്ടാക്കണം. അതിൻ്റെ പേരാണ് നിക്കാഹ്. അങ്ങനെ ആ വേണ്ട നിയമങ്ങൾ പ്രകാരം ആ ഒരു സംഭവം നടന്നാൽ നിനക്കൊരു അഡ്രസ്സായി. ഇനി ബന്ധപ്പെട്ടാൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇതിന് തയ്യാറല്ലാതെ നീ ആരെയും ശ്രദ്ധിക്കുന്നില്ല. കോടതി നിനക്ക് വിഷയമല്ല, രാജ്യം പറഞ്ഞ നിയമം നിനക്ക് വിഷയമല്ല. ഇസ്ലാമിക രാജ്യത്താണല്ലോ ഇത് കറക്റ്റ്. അപ്പൊ രാഷ്ട്ര നിയമമായിട്ട് ഇതിനെ കണക്കാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കോടതിയുടെ ഭാഷയായിട്ട് ഇതിനെ ഉൾക്കൊള്ളണം. അപ്പൊ കോടതി പറയുന്ന നിയമങ്ങൾ നിന്നെ കാറ്റിൽ പരത്തി നീ ആരുടെയും കൂടെ ബന്ധപ്പെടാമെന്ന നിലക്ക് ഒരിക്കലും പാടില്ലെന്ന് കോടതി പറഞ്ഞ കാര്യത്തിൽ നീ ബന്ധപ്പെട്ട് ഒരു കുഞ്ഞനുണ്ടായാൽ ആദ്യമായി നിന്നോട് പറയാനുള്ളത്, ഈ കുട്ടിയെ നോക്കാൻ അവനെ കിട്ടില്ല. അവൻ ഈ കുട്ടിയെ സംരക്ഷിക്കുമെന്ന് നീ കരുതണ്ട. അവൻ സംരക്ഷിക്കില്ലേ? ഇല്ല. ഇനി എന്ത് ചെയ്യും? ബന്ധപ്പെടാതിരിക്കുക. അപ്പോ അവിഹിതത്തിലേക്ക് ഒരു കാരണവശാലും പോകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ താക്കീത് വേണ്ടത് ആർക്കാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അവിഹിതത്തിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ താക്കീത് ആർക്കാ വേണ്ടത്? സമൂഹത്തിനല്ല. കാരണം സമൂഹത്തോട് സപ്പോർട്ടോട് അവിഹിതം നടക്കില്ല. നമ്മുടെ കുടുംബത്തിനല്ല, സമൂഹത്തിനല്ല. കാരണം എന്താ? അവരെ സപ്പോർട്ടോട് നടക്കണതല്ലല്ലോ അവിഹിതം. പിന്നെ അവിഹിതത്തിൽ ഏറ്റവും വലിയ റോളായിരിക്കാം ഈ പറഞ്ഞ ചെക്കൻ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീക്ക്. അപ്പൊ അവിഹിതത്തിൽ ഏറ്റവും കൂടുതൽ ഇത് ഇല്ലാതിരിക്കണമെങ്കിൽ ആരോടാ ശബ്ദിക്കേണ്ടത്? സ്ത്രീയോടാണ്. അത് എവിടെയാണ് കറക്റ്റ് ബന്ധപ്പെടുക? അവിഹിതം കാരണമുണ്ടാകുന്ന കുഞ്ഞിനെ ഈ ആള് നോക്കുമെന്ന പ്രതീക്ഷയിൽ ഒരിക്കലും അതിന് നിൽക്കണ്ട. അപ്പൊ ആ പെണ്ണിന് ഇതിലൊരു കുട്ടി ഉണ്ടായ ഞാനും ആ കുട്ടിയും തമ്മിൽ കുടുങ്ങും. ഇയാളൊന്നും കോടതി പോയി കഴിഞ്ഞാൽ കോടതി എനിക്ക് സപ്പോർട്ട് ചെയ്യൂല. കാരണം കോടതി പറഞ്ഞതിനെതിരാണ് ഞാൻ ആദ്യം ചെയ്തത്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഇവൾ ചെയ്തത് കോടതിക്ക് എതിരാണ്. കോടതിയിൽ ഇത് രേഖയില്ല എന്നിരിക്കെ കോടതിയുടെ രേഖയിൽ ഇങ്ങനെ ഒരു ഉപ്പ കുട്ടിക്കില്ല. എന്തിനാണ് ഈ നിയമം വെച്ചതെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിഹിത ലോകത്ത്
ഒരു വലിയ കവാടം ഓപ്പൺ ആവാതിരിക്കാനാണ് ചെയ്തത്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഭർത്താവിന് മെല്ലെ കുഞ്ഞനുണ്ടായി കിട്ടിയാൽ പിന്നെ കുട്ടീനെ ആര് നോക്കിക്കോളും, ആള് നോക്കിക്കോളും എന്നുള്ള ഒരു അംഗീകാരമാണ്. ഇതിന്റെ മറുവശമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഈ നിയമത്തിന് നേരെ മറിച്ച് ഇവർ പറയുന്ന പോലെ ഇത് കാരണക്കാരനിലേക്ക് ചേർത്താമെന്ന് തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക? സംഗതി കുട്ടി ഉണ്ടായി കിട്ടിയാൽ മതി. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവരോട് കഴിഞ്ഞു. കാരണം എന്താ, ആരാണോ കാരണക്കാരൻ അയാളെ മേത്തേക്ക് ഇതിടും, പിന്നെ ഉത്തരവാദിത്തം ആളെ ഏറ്റെടുത്തോളൂ. ഏത് പെണ്ണിനും ഒരാളുമായിട്ട് അവിഹിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടായി കിട്ടിയാൽ മതി. അതോടുകൂടി ഇഷ്ടപ്പെട്ട ആളെ കൊടുക്കാനും, ആളുകൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ടെങ്കിലും ഒരാളെ കൊണ്ട് എങ്ങനെയെങ്കിലും അയാളെ പെടുത്തിയിട്ടൊരു കുഞ്ഞനുണ്ടാക്കിയാൽ സംഗതി ഉത്തരവാദിത്തമൊക്കെ അയാൾ ഏറ്റെടുക്കുമെന്ന് പറയുന്ന ഒരു ഭാഷ കൂടി നമ്മൾ ഇന്നത്തെ സ്വതന്ത്ര ചിന്താഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എത്ര വലുതാണ്. അതിനെ ലോക്ക് ചെയ്യാനാണ് ഇത്രയും ഗൗരവമുള്ള ഒരു കാരണവശാൽ ഈ കണക്ഷൻ ഉണ്ടാകില്ല എന്ന് നിയമം വെക്കുന്നത്. ഇതാണ് ഒരു വശം. പക്ഷേ ഇത് ഇവിടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില വിഷയങ്ങളും മദ്ഹബുകൾക്കുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യാൻ ഇപ്പൊ സമൂഹം. തീർച്ചയായിട്ടും മദ്ഹബുകളുടെ അഭിപ്രായം വരുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലാണ്. ഞാൻ ഈ പറഞ്ഞിടത്ത് തന്നെ എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാൻ തയ്യാറായാൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഈ കുട്ടിക്ക് ബയോളജിക്കലി ഒരു ഉപ്പയുണ്ടല്ലോ, ഇവിടുത്തെ പ്രശ്നം അതാണ്. ബയോളജിക്കലി ഈ കുട്ടിയുടെ ഉപ്പ ആരാണ്? ഇതൊരു ചോദ്യമാണ്. ആ ഉപ്പ ഇന്ന ആളാണെങ്കിൽ അയാളല്ലേ യഥാർത്ഥത്തിൽ ഉപ്പ എന്ന് തെളിയിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ വരണം. ഇനി ഇത് ഓപ്പൺ ആയ കഥയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഓപ്പൺ ആയാൽ കുട്ടി ആരെയും ബന്ധപ്പെടാം. ആ ബന്ധപ്പെടുന്ന ഒരു പെണ്ണുമായി എത്ര പുരുഷനും ബന്ധപ്പെടാം. എത്ര പുരുഷൻ ബന്ധപ്പെട്ടാലും ഗർഭം ചുമക്കുന്നതും കുഞ്ഞും ഈ പെണ്ണ് തന്നെ ചുമക്കണം. പക്ഷെ ആരാണ് കാരണക്കാരനെന്ന് തർക്കം വന്നാൽ ഓരോരുത്തരും നിഷേധിക്കും. ഞാനല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം ഫുൾ ആര് ഏറ്റെടുക്കണം? ഉമ്മ ഏറ്റെടുക്കണം. ഈ ഉമ്മ ഏറ്റെടുക്കണം എന്ന് പറയുന്നതിനാ ഉമ്മാനെ ഇടങ്ങറാക്കാനല്ല, ഉമ്മാനെ ഇടങ്ങറാക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക എന്നത് ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഈ അവിഹിതത്തിലേക്ക് പോകരുതേ എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ശിക്ഷ വരുന്നു, ഇങ്ങനത്തെ ഒരു ഭാരം നിന്നെക്കൊള്ള തന്നെ വരും, നീ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഭർത്താവ് ഒരിക്കലും പരിഗണിക്കപ്പെടില്ല, ഒരു ഉപ്പയില്ലാത്ത കുഞ്ഞായി മാറും എന്നത് പൂർണ്ണമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഒരു വശം. ഈ വശം ഇങ്ങനെ വരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ആളാരല്ല, പ്രൂഫിലാരല്ല, പാപ്പയല്ല. അപ്പൊ ഈ ഒരാണിനും ഒരു പെണ്ണിനും ബന്ധപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? വാപ്പയാവുക, ഉമ്മയാവുക, മകളാവുക, ഇതുകൊണ്ടാണ് സഹോദരനാവുക. ഇതാണ് ഖുർആൻ പറഞ്ഞ നിയമങ്ങൾ. ഈ നിയമത്തിലൊന്നും ഇത് വരുന്നില്ല. ഏത് വരുന്നില്ല? ഈ കുട്ടി വാപ്പയല്ല, ഈ ആള് വാപ്പയല്ല, ഈ കുട്ടി മകളല്ല. എവിടെ? നിയമത്തിലല്ല. അപ്പൊ കോടതിയുടെ മുമ്പാകെ ചർച്ച വരുന്ന നേരത്ത് ഇദ്ദേഹത്തിന് ഇതാരല്ല, ഒരു കുട്ടി മാത്രമാണ്. നിയമപരമായിട്ട് ഇദ്ദേഹം വാപ്പയല്ലാതിരിക്കെ ഒരു അന്യ കുട്ടി തന്നെയാണത്. അപ്പൊ പിന്നെ നിയമപരമായി അന്യനാണല്ലോ. ആ ഒരു വഴി വെച്ചുകൊണ്ട് ഈ കുട്ടിയെ തന്നെ ഒരു അന്യ സ്ത്രീയെ ഒരു അന്യപുരുഷന് ബന്ധപ്പെടാൻ പറ്റുമോ ഇല്ലേ എന്ന അന്വേഷണം മാത്രമാണ് ആ ഭാഷയിൽ വരുന്നുള്ളൂ. ഇവിടെ എന്തില്ല? വാപ്പ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. കാരണം ഒരു മതത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ എല്ലാ ഭാഷയും ആ മതത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം. ആ മതത്തിൽ വാപ്പ എന്നൊരു ഭാഷയില്ല ഇവിടെ. പിന്നെ ഇങ്ങനെ വാപ്പ കുട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ചർച്ചയോട് വരിക. വാപ്പയില്ല, കുട്ടിയില്ല, ഇത് വാപ്പയല്ല, കുട്ടിയല്ല, ഇത് അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, നിയമപരമായിട്ടില്ല, കോടതിയിലില്ല, വസ്തുതയും അങ്ങനെയല്ല. അതാണ് ഒരു നിയമത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്ന് ഞാൻ പറയാൻ കാരണം. ഒരു വർഷം ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. തീർച്ചയായും മറ്റ് ചില പണ്ഡിതന്മാര് അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ആയി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായത്. എന്നാൽ മറ്റു മദ്ഹബുകളൊക്കെ അതിനെ തള്ളിപ്പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ വിഷയത്തെക്കുറിച്ച് ആരിഫ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറെ ആളുകൾ അത് ഏറ്റെടുത്തു. പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത, ചിന്തിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിഞ്ഞു. ഞാൻ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം ചില ആളുകളെ നമ്മൾ ഉറങ്ങുന്ന ആളുകളെല്ലാം ഉണർത്താൻ കഴിയും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ലല്ലോ. പക്ഷെ ഇതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ് ശരിക്കും? അതല്ല, ഇതിൽ ഈ കുട്ടിയുമായി ഇപ്പൊ ബയോളജിക്കലി പിതാവ് എന്ന് പറയപ്പെടുന്ന ആൾക്ക് ഈ കുട്ടി രേഖാപരമായി മകളല്ല, അന്യയാണ്, രേഖാപരമായാണ്, നിയമങ്ങൾ അങ്ങനെയാണ് എഴുതിയതും. എന്നിരിക്കെ ഈ കുട്ടിയെ ഇതേ ഉപ്പ അന്യപെണ്ണ് എന്ന സങ്കല്പത്തിൽ, അതാണല്ലോ നിയമം, നിയമപരമായിട്ട് അന്യയാണല്ലോ, ഈ കുട്ടിയെ വീണ്ടും ഇയാൾക്ക് തന്നെ ഒരു അന്യപെണ്ണിനെ
വിവാഹം ചെയ്യുന്നത് പോലെ നിയമപരമായിട്ട് സാധ്യതയുണ്ടോ ഇല്ലേ, അതിൻ്റെ വിധി കർമ്മശാസ്ത്രത്തിൽ എന്താണ് എന്ന അടുത്ത വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ കുട്ടിയല്ല നിയമപരമായി, അതായത് ഇസ്ലാമിൽ കുട്ടിയെ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൽ കുട്ടിയെ ഇല്ല, കാരണം ഇസ്ലാമിൽ ഇത് കുട്ടിയല്ല അല്ല. അപ്പൊ പിന്നെ ആ ചാപ്റ്ററോട് ക്ലോസ് ആണ്, പിന്നെ ആ ചർച്ചയോട് വരേണ്ട കാര്യമില്ല. അപ്പൊ ഇസ്ലാമിൽ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു നിയമസംഹിതയാണ്. ഇസ്ലാം ഒരു നിയമസംഹിതയാണ്. അത് ഒന്നല്ല, ഒരുപാട് നിയമങ്ങൾ കൂടിയ ഒരു ജീവിത പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ എല്ലാ വശങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം ഈ ചർച്ച ചെയ്യാൻ. അപ്പൊ ഇസ്ലാമിൽ ആ ഭാഷ പക്ക ഒരു കാരണവശാലും മകളുമായി ബന്ധപ്പെടുക എന്നുള്ള സിസ്റ്റം തന്നെ ഇല്ല. ഇത് മകളുമല്ല എന്നിരിക്കെ, പക്ഷെ ബയോളജിക്കലി കുട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കെ ഈ കുട്ടിയെ തന്നെ അന്യ കുട്ടിയായിരിക്കെ കെട്ടാൻ പറ്റുമോ പറ്റില്ലേ എന്ന് പറയുന്ന വിഷയത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ രേഖ അന്വേഷിച്ച് നമ്മൾ പാടില്ല, ഒരു കുട്ടിയും ഒരാണും ഒരു പെണ്ണും തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നതിന് നിയമപരമായി പറഞ്ഞ തെളിവുകൾ പരതുമ്പോൾ ആ തെളിവുകളുടെ ശക്തിയും അതിൻ്റെ പവർ എത്ര കൂടുതലുണ്ട് ഇല്ല എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ പണ്ഡിതന്മാർ മുഴുവനും പറയുന്നത് ഇസ്ലാം അതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് ആക്ഷേപാർഹമാണ്, അരുതെന്നാണ് ഇസ്ലാം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. പറയേണ്ടതില്ല കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, പറയേണ്ടതില്ല നിയമപ്രകാരം. തീർച്ചയായും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോജിക്കാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇസ്ലാമിന്റെ നിയമത്തിലല്ലോ പോകണം. നമ്മൾ ലോജിക് കറക്റ്റ്. ഒരു രാജ്യത്ത് ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ ആ നിയമത്തിന്റെ റോളിൽ കോടതിയിൽ ഒരിക്കലും ഇതിലൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇത് കോടതിയിൽ എന്തല്ല, മകളല്ല അല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. മകളല്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോടതി എന്താ പറയാ? നമ്മുടെ കോടതി മകളാണ് എന്ന് ബോധ്യപ്പെടാനുള്ള പ്രൂഫ് ഇല്ലെങ്കിൽ ബയോളജിക്കലി മകളാണ്, പക്ഷെ നമ്മുടെ കോടതിക്ക് പ്രൂഫ് ഇല്ല എന്ന് വിചാരിക്കും. അതവിടെ നിലനിൽക്കില്ല. അവിടെ അത് അങ്ങനെയല്ലേ, ഇവിടുത്തെ നിയമം തന്നെ അതല്ലേ. അപ്പൊ ആ കോടതിയുടെ നിയമപ്രകാരം എന്തില്ല, പ്രൂഫ് ഇല്ല. അപ്പൊ പിന്നെ മകളല്ല, പിന്നെ അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്നിരിക്കെ അവിടെ ചർച്ച ചെയ്യുന്നത് ഇതേ കുട്ടിയുമായി ഈ പിതാവ് എന്ന് പറയും, ബയോളജിക്കലി പിതാവ് എന്ന് പറയുമ്പോൾ നിയമത്തിൽ പിതാവല്ലാത്ത ആ പിതാവ് എന്ന പ്രയോഗം ശരിയല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ആൾക്ക് ഈ കുട്ടിയുമായി ബന്ധപ്പെടാൻ പറ്റുമോ പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല. ഒരിക്കലും ഈ ബന്ധം പാടില്ലെന്നും അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ ഒരു മദ്ഹബിലെ പണ്ഡിത വീക്ഷണത്തിൽ ചില പ്രയോഗങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവുകളുടെ ശക്തിയും പവറും അനുസരിച്ചാണ് ഏത് രൂപത്തിലാണ് അതിനെ എഴുതേണ്ടത്, ഏത് രൂപത്തിലാണ് അതിനെ നിർവചിക്കേണ്ടത് എന്നുള്ളിടത്താണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് അത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹമാണ്. വിവാഹം കഴിക്കുന്നത് ആക്ഷേപാർഹമാണ്, ഒരിക്കലും ചെയ്യരുതെന്ന് തന്നെയാണ് അതും പറയുന്നത്. അപ്പൊ ഇസ്ലാമിൽ ചെയ്യണം എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, ചെയ്യണ്ട എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ പാർട്ടിലാണുള്ളത്. ഇവിടെയാണ് ഇതിന്റെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇനി മറ്റൊരു വശം ഇതിലുള്ളത് അതാണ് കോടതിയുടെ ഒരു ഭാഷ. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കണം. ഒന്ന്, ഇസ്ലാമികപരമായിട്ട് ഒരു പെണ്ണുമായിട്ട് ഒരു വിവാഹിതൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്ത തെറ്റ് ഒരു സമൂഹത്തിൽ മുഴുവനും ഇതിന്റെ വ്യവസ്ഥയെ തന്നെ തകർക്കുന്നതാണ് എന്നത് കണ്ടുകൊണ്ട് അതിന്റെ ഗൗരവം അനുസരിച്ച് ഇയാളെ കൊലക്കാണ് വിധിക്കുന്നത്. അപ്പോൾ കൊലയാണ്, ഇയാളുടെ കൊല്ലലാണ് എന്ത് ഇതിന്റെ പരിഹാരമായിട്ട് ഇസ്ലാം പറയുന്നത്. അപ്പൊ പിന്നെ ഒരു വിവാഹിതനാണ് ഇത് സംഭവിക്കണതെങ്കിൽ അയാൾ ഉണ്ടായെങ്കിലല്ലേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ആ സ്റ്റെപ്പിൽ അയാൾ ഇല്ല, അപ്പൊ കെട്ടൂല്ല. ചർച്ച പിന്നെ അവിടെ വേണ്ട, അവിടെ അവസാനിച്ചു. പിന്നെയുള്ളത് എവിടെയെന്നറിയോ? വിവാഹിതനല്ലാത്തവന്റെ കാര്യത്തിലാണ്. ഈ വിവാഹിതനല്ലാത്തവൻ ഒരു പെണ്ണുമായി ബന്ധപ്പെടുന്നു. അവരുടെ ആ ചെറുപ്പകാലത്ത് നടന്ന ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഈ കുട്ടിയെ വീണ്ടും ഇദ്ദേഹം ബന്ധപ്പെടുന്നു. അപ്പൊ അത് ചർച്ചയിൽ എങ്ങനെ വരുന്നു? ആദ്യത്തേത് വിവാഹമാണ്, അതുകൊണ്ട് തന്നെ അതിൽ നടന്ന ഒരു കുട്ടിയുമായി ബന്ധപ്പെടുമ്പോൾ വിവാഹിതന്റെ വ്യഭിചാരം, അവിവാഹിതന്റെ വ്യഭിചാരം രണ്ട് വിധിയാണ്. വിവാഹിതന്റെ വ്യഭിചാരത്തിലാണ് ഈ കൊല ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് ഉമ്മയെ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായി, സ്വന്തം മകളെ വ്യഭിചരിച്ചു. അപ്പൊ എന്തായി? വിവാഹിതനാണ്, വ്യഭിചാരിയാണ്, അപ്പോൾ കൊല ചെയ്യപ്പെടുക എന്നുള്ള ശിക്ഷക്ക് വിധേയനാണ്. ഈ ഭാഷ വരുമ്പോൾ ഈ കുട്ടി കോടതിയിലെത്തുകയാണ്. ആര്? ഈ ഭർത്താവ് കോടതിയിലെത്തുന്നു. സ്വാഭാവികമായും ഇനി എന്താ നടക്കാൻ പോണത്? ഈ കോടതിയിൽ നിൽക്കുന്ന ആൾ ഈ പറയപ്പെടുന്ന ആരുടെങ്കിലും ഒരാളുടെ മകനോ മകളോ ആരും ആവാലോ. ഈ കോടതിയിൽ ഈ വ്യഭിചാരത്തിന്
അങ്ങനെ ഇങ്ങനെ നാളെ കൊല ചെയ്യുന്ന നിയമം വായിക്കുകയാണ്. നിങ്ങൾ സ്വന്തം മകളെ വിഭജിച്ചതിൻ്റെ പേരിൽ ആണ് നാളെ നിങ്ങളെ കൊല്ലാൻ പോകുന്നത് എന്ന് വായിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത്? ഞാനതിനെ എൻ്റെ മകളെ അല്ല, നിയമപരമായി മകളല്ല എന്ന് പറയാനുള്ളൊരു പഴുത് ആർക്കുണ്ട്? ഈ പറയുന്ന കക്ഷിക്കുണ്ട്. ഇത് കോടതിയിലൊരു പഴുതാണ്. ആ പഴുത് അദ്ദേഹം ഉപയോഗിച്ച് അയാൾക്ക് കൊലക്കയറിൽ നിന്ന് വരാൻ പോകുന്ന കൊലയിൽ നിന്ന് അയാൾക്ക് രക്ഷയ്ക്കൊരു ചെറിയ ചാൻസ് നിയമം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നിയമം നിർമ്മിക്കുന്നത് നമ്മളല്ല, നമ്മുടെ ഓരോ ഫീൽഡിനനുസരിച്ച് നിയമം മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിയമം ഇവിടെ എഴുതപ്പെട്ടതാണ്. ആ നിയമത്തിൽ ഒരു പഴുത് ഈ കൊല ചെയ്യപ്പെടേണ്ടവന് ഉണ്ടെങ്കിൽ ആ പഴുതുണ്ടായിരിക്കെ അവനെ കൊല ചെയ്യാന്നുള്ളത് നമുക്ക് പറ്റുമോ? പറ്റില്ല. കാരണം കൊല ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ശിക്ഷാ നടപടിയാണ്. അതൊരു വ്യക്തമായ നിലപാടുകളുടെ ഫോർമുല അനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സംവിധാനങ്ങളിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ കൊല നടക്കുന്നത്. അപ്പൊ പിന്നെ ഇതിൽ നിന്നൊരു പഴുത് ഭരണഘടനയുടെ നിയമപ്രകാരം തന്നെ ഇദ്ദേഹം ആരല്ല, പ്രൂഫിൽ പിതാവല്ല. അപ്പൊ ആ ഒരു പഴുത് കൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടെങ്കിൽ അന്യായമായി, ന്യായം പറഞ്ഞാൽ കൊല ചെയ്യാനുള്ള നിയമമില്ലാതിരിക്കെ ഒരാളെ കൊല ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ചർച്ച. അപ്പോൾ കൊല ചെയ്യാനുള്ള റോൾ ഇല്ല. അപ്പൊ ആർക്കാണ് ഇവിടെ പ്രശ്നം വരിക? എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു പെണ്ണപ്പുറത്തുണ്ടല്ലോ. അപ്പൊ ഇയാൾ രക്ഷപ്പെടുമ്പോ ആ പെണ്ണ് കുടുങ്ങൂലേ? അത്രയും ഗൗരവമുള്ള വിഷയമാണിത്. അതുകൊണ്ട് ഒരിക്കലും സ്ത്രീകളെ ഇത്തരം അവിഹിതത്തിലേക്ക് പോകരുത് എന്നൊരു സമൂഹത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കാനും നീതിപൂർണമായ ഭരണം നിലനിൽക്കാനും എല്ലാവരും പരസ്പരം ഉമ്മയും ഉപ്പയും ഒക്കെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുമുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപദേശത്തിൻ്റെ സുന്ദരമായൊരു രൂപമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങേയറ്റം ഗൗരവമായിട്ടുള്ള അതെ, അത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാവുക. അതിന് ഈ കോടതിയോ ഈ സംഭവമോ ഇങ്ങനെ ഒരു പശ്ചാത്തലമോ ഒന്നും ഉൾക്കൊള്ളാതെ നിയമങ്ങളുടെ പൂർണ്ണാവസ്ഥകളിലേക്ക് നമുക്ക് സംസാരിക്കാനുമില്ല. ഇപ്പൊ തന്നെ ചോദ്യങ്ങൾ നമുക്കിപ്പോൾ ഇവരുമായിട്ടാണെങ്കിൽ തുരുതുരാ ചോദ്യങ്ങൾ വരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഓടിയെത്താൻ പറ്റും. നമുക്ക് തുടർന്ന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ വശങ്ങളിലേക്കും ചർച്ചകൾ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ നമുക്ക് പോകാം. ഞാൻ ഈ 2 വശങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം.